എല്ലാവർക്കും നമസ്കാരം. ശ്രീ മാത്സിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ 25/10/2025 നടന്ന 10th പ്രിലിംസിന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് വിശദമായി ചർച്ച ചെയ്ത് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 3 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതിന്റെ വികരണത്തിന്റെ നീളം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു വശത്തിന്റെ നീളം ഇതാണ് സമചതുരം. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമായിരിക്കും. 4 വശമുള്ള ചിത്രമാണ്. 4 വശവും തുല്യമായിരിക്കും. ഒരു വശം എന്ന് പറയുന്നത് എ ആയാൽ വശ എ ആയാൽ സമചതുരത്തിന്റെ വിസ്തീർണം കാണാനുള്ള ഫോർമുല A². വിസ്തീർണം അഥവാ പരപ്പളവ് കാണാനുള്ള ഫോർമുല A². അതായത് വശം സ്ക്വയർ 3A². 3 × 3 9 കിട്ടും. വികർണ ബി. വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണലാണ്, അതായത് എതിർ ശീർഷങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത്. ഇത് വികരണമാണ്, ഇതും വികരണമാണ്. വികരണങ്ങൾ രണ്ടും തുല്യമായിരിക്കും. അതായത് വികർണം അഥവാ ഡയഗണൽ വികർണം ഡി ആയാൽ വിസ്തീർണം കാണാൻ, പരപ്പളവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്. ½ സമം അതിന്റെ വിസ്തീർണമാണ്. വിസ്തീർണം കാണാനുള്ള ഫോർമുല ½ ആണ്. ½ സമം എ. ½ എത്രയാണ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എ എന്ന് പറയുന്ന വിസ്തീർണം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ 9. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഇതിനെ നമുക്ക് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. d² സമം 2 × 9 സമം 18. d² 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിയുടെ വില കാണാൻ √18. 18ന്റെ റൂട്ട് എന്ന് പറയാം √9 × 2. 9ന്റെ റൂട്ട് 3. 9ന്റെ സ്ക്വയർ റൂട്ട് 3. 2ന്റെ അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ എഴുതും. 3√2 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള 4 വശങ്ങളുള്ള ചിത്രമാണ് സമചതുരം. സമചതുരത്തിന്റെ ഒരു വശം എ ആയാൽ, അതായത് എല്ലാ വശവും നീളം തുല്യമാണല്ലോ, എ ആയാൽ വശം സ്ക്വയർ ആണ് വിസ്തീർണം കാണാനുള്ള ഫോർമുല. അതായത് A². വിസ്തീർണം എ ക്യാപിറ്റൽ ഏരിയ. വിസ്തീർണം അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് 3A². A² ആണ്. A² എന്ന് പറഞ്ഞാൽ 3A². A². വശം സ്ക്വയർ. വശം തന്നിട്ടുണ്ട് 3 ആണ്. അപ്പൊ 3 × 3 വശം സ്ക്വയർ സമം 9. അപ്പൊ ഇവിടെ ഡയഗണൽ അഥവാ വികരണം എന്ന് പറഞ്ഞാൽ എതിർ ശീർഷങ്ങൾ. ഇപ്പൊ ABCD എന്നൊരു സമചതുരം ആണെങ്കിൽ ബിയും എയും സിയും എതിർ ശീർഷങ്ങളാണ്. അത് യോജിപ്പിക്കുന്ന ക്രോസിന് ഇങ്ങനെ, അതൊരു വികരണമാണ്. വേറൊരു വികരണമാണ് എതിർ ശീർഷങ്ങൾ ഡിയും ബിയും തമ്മിൽ യോജിപ്പിക്കുന്നത്. ഇത് വേറൊരു വികരണമാണ്. രണ്ടും തുല്യമായിരിക്കും സമചതുരത്തിന്. വികരണം തന്നിട്ടുണ്ടെങ്കിൽ സമചതുരത്തിന്റെ വിസ്തീർണം കാണാൻ ½ ആണ്. വികരണം ഡി ആയാൽ ½ ആണ് ഏരിയ കാണാനുള്ള ഫോർമുല. പരപ്പളവ് ഏരിയ കാണാനുള്ള ഫോർമുല. ½ എത്ര നമ്മളിവിടെ കണ്ടുപിടിച്ചു? 9. വശം തന്നപ്പോ വശത്തിന്റെ സ്ക്വയർ 9. അപ്പൊ ½ 9 ആയാൽ d² കാണാൻ ഈ 2 9 കൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × നെ, അതായത് അല്ലെങ്കിൽ 2 സൈഡിലും 2 ഇട്ടങ്ങ് ഇൻറ്റു ചെയ്താൽ മതി. 2 ക്യാൻസൽ ആകും. d² വില 18. അപ്പൊ ഡിയുടെ വില √18. 18നെ നമുക്ക് എങ്ങനെ എഴുതാം? 9 × 2 സ്പ്ലിറ്റ് അപ്പ് ആക്കി എഴുതാം. √9 എത്രയാണ്? 9ന്റെ റൂട്ടിക്ക് വെളിയിലെടുക്കും 3. നമുക്കറിയാം 9ന്റെ സ്ക്വയർ റൂട്ട് 3. പിന്നെ 2ന്റെ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റാത്തതുകൊണ്ട് ആ റൂട്ട് അതിനകത്ത് തന്നെ ഇടും 3. പിന്നെ ഇവിടെ ഒരു √2. 3√2. ഓപ്ഷൻ ബി ആണ് ഉത്തരം. അബ്സല്യൂട്ട് വാല്യൂ അല്ലെ കേവല മൂല്യം, അതാ ചിഹ്നം കാണിച്ച അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 1 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 3ക്ക് തുല്യം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് തിരിച്ചും മറിച്ചും ഇട്ടാൽ, ഉദാഹരണത്തിന് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് -2 എന്ന് പറയാൻ +2 ആണ്. അതിന്റെ വാല്യൂ മാത്രം, നമ്പർ മാത്രമേ എടുക്കത്തുള്ളൂ. നെഗറ്റീവോ പോസിറ്റീവോ കൺസിഡർ ചെയ്യുന്നില്ല. നെഗറ്റീവ് വിലയുടെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയാൻ പോസിറ്റീവ് ആണ്. നമുക്ക് ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 1 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3 - x എന്ന് എഴുതാം. തിരിച്ചു മറിച്ച് ഇട്ടാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും വിലക്ക് വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനെ എങ്ങനെ അബ്സല്യൂട്ട് വാല്യൂ കളഞ്ഞിട്ട് എഴുതാം. x - 1ന്റെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3 - x എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? x - 1 = 3 - x. അപ്പൊ നമുക്ക് ഇത് x രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരുന്നു. ഈ x ഇപ്പുറം വരുമ്പോ x + x = ഇവിടെ സംഖ്യ ഒരു സൈഡിൽ കൊണ്ട് 3. ഈ -1 ഇപ്പുറം വരുമ്പോ +1. x + x എന്ന് പറയാൻ 2x. 2 × x എന്ന് പറഞ്ഞാല് 4 ആണ്. 2x 4 ആണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് x = 4. കൂടെ കിടക്കുന്ന 2 കൊണ്ട് ഹരിക്കുക. 4/2 2 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. അബ്സല്യൂട്ട് വാല്യൂ അല്ലെങ്കിൽ കേവല മൂല്യം, മോഡുലസ് എന്നും പറയാം. മോഡുലസ് ഓഫ് x - 1 = മോഡുലസ് ഓഫ് x - 3. ഇവിടെ -2ന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ +2. സൈൻ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, കേവല മൂല്യം എന്ന് പറയും.
അതിന്റെ മൂല്യം വാല്യൂ മാത്രമേ എടുക്കത്തുള്ളൂ, നെഗറ്റീവ് സൈനൊന്നും കൺസിഡർ ചെയ്യില്ല. അതുപോലെ അതുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് x - 1 എന്ന് പറഞ്ഞാല് മോഡുലസ് ഓഫ് 3 - x എന്ന് തിരിച്ചിടാം. തിരിച്ച് മറിച്ചു വിട്ടാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരൊക്കെ വ്യത്യാസം വരത്തില്ല. നമുക്ക് ഇതിനകത്തിൽ വെച്ച് തന്നെ മൈനസ് ഓഫ് 3 - x എന്ന് എഴുതാമല്ലോ. x - 3 മൈനസ് വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പൊ തിരിച്ചു മറിച്ചു വിട്ടാലും വ്യത്യാസം വരത്തില്ല. മൈനസ് ഓഫ് 3 - x എന്ന് പറയാം 3 - x എന്ന് എഴുതാം. നമുക്ക് x - 1 ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x - 1 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 3 - x. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x - 1ന്റെ വില 3 - x. x രണ്ടും ഒരു സൈഡിൽ വരുന്നു, ഈ മൈനസ് എക്സ് ഇപ്പുറം വരുമ്പോൾ x + x ഈക്വൽ ടു 3. ഈ -1 റൈറ്റ് സൈഡിൽ വരുമ്പോൾ 3 + 1 x + x 2 times x 2x ഈക്വൽ ടു 4. x ഈക്വൽ ടു 4 കൂടെ കിടക്കുന്ന 2 കൊണ്ട് ഹരിക്കുക ബൈ 2 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ശ്രേണി തന്നിട്ടുണ്ട് 2, 3, 5 എക്സെട്ര. ഈ ശ്രേണിയിലെ തൊട്ടടുത്ത പദം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഈ ശ്രേണിയുടെ അതായത് ഇത് അഭാജ്യ സംഖ്യകളാണ് 2, 3, 5. അപ്പൊ പ്രൈം നമ്പേഴ്സ് ആണ്. തൊട്ടടുത്ത പ്രൈം നമ്പർ അങ്ങ് എഴുതിയാൽ മതി, 7 ആണ്. അഭാജ്യ സംഖ്യകളുടെ പ്രത്യേകത എന്തുവാ? 2 ഘടകങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. 1ഉം ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ കാണത്തുള്ളൂ. 2ന്റെ ഘടകങ്ങൾ ഏതൊക്കെയാ? 1ഉം 2ഉം. 3ന്റെ ഘടകങ്ങള് 1ഉം 3ഉം. 5ന്റെ ഘടകങ്ങള് 1ഉം 5ഉം. 7ന്റെ ഘടകങ്ങള് 1ഉം 7ഉം. അപ്പൊ 7 ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. തൊട്ടടുത്ത പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ എഴുതിയാൽ മതി. അതാണ് അടുത്ത സംഖ്യ. 2, 3, 5 തൊട്ടടുത്ത അഭാജ്യ സംഖ്യ 7. ഒരു ചതുരത്തിന്റെ ചുറ്റളവ്, ചതുരം എന്ന് പറയുന്നത് ഇതാണ്, നീളം വീതി. ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ ഒരു ഫോർമുല ഉണ്ട്, 2 × l + b. അത് എത്ര ആണെന്ന് തന്നിട്ടുണ്ട്? 80 ആണെന്ന് തന്നിട്ടുണ്ട്. ചതുരത്തിന്റെ ചുറ്റളവ് 80 ആണെന്ന് തന്നിട്ടുണ്ട്. പരപ്പളവ് 384 ആണെന്നും തന്നിട്ടുണ്ട്. ചതുരത്തിന്റെ ചുറ്റളവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 × l + b 80. അപ്പൊ l + b കാണാൻ എന്ത് ചെയ്താൽ മതി? 80 ഡിവൈഡഡ് ബൈ 2 സമം 40. നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി അവർ പരപ്പളവും തന്നേക്കുന്നത്. ഈ ഫോർമുല അറിഞ്ഞിരിക്കുക, 2 × l + b. അതായത് ചുറ്റളവ്, ചതുരത്തിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല 2 × l + b. ലെങ്ത്, നീളം, വീതി. നീളത്തിന്റെ വശങ്ങളുടെ തുക, വശം ഏതാണ്? എല്ലും ബി. വശങ്ങളുടെ തുക കാണാൻ എന്ത് ചെയ്താൽ മതി? 2 × l + b എന്ന് പറയുന്നത് 80 ആണ്. അപ്പൊ l + b യുടെ വില 80/2 40. പരപ്പളവും തന്നിട്ടുണ്ട്, അതായത് l × b. ചതുർഭുജം ഈസ്റ്റു 1. അയാൾ ഷഡ്ഭുജം ഈസ്റ്റു എത്ര? ചതുർഭുജത്തിന്റെ വശം എത്രയാണ്? അതാണ് 1 മാറിയത്. 4ൽ നിന്ന് 3 കുറച്ചു. ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ 6 വശമാണ്. ചതുർഭുജത്തിന് 4 വശം, അതിൽ നിന്ന് 3 കുറച്ചപ്പോഴാണ് ഇവിടെ 1 മാറിയത്. അങ്ങനെയാണെങ്കിൽ അതേ ബന്ധം വേണം ഇവിടെ വരാൻ. ഷഡ്ഭുജം ഈസ്റ്റു ഡാഷ്. അപ്പൊ ഇവിടെ 6 ആണ്. അപ്പൊ 4ൽ നിന്ന് 3 കുറച്ച് 1 വന്നു. അപ്പൊ 6ൽ നിന്ന് 3 കുറയ്ക്കണം, 3 കിട്ടും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇതേ സമാന ബന്ധം വേണം ഇവിടെ വരാൻ. ചതുർഭുജം ഈസ്റ്റു 1 ആയാൽ അത് ഇതിലാകണം, അതിന് സമാന ബന്ധം വേണം ഇവിടെ വരാൻ. ഈസ് ഈക്വലൻ ടു ഷഡ്ഭുജം ഈസ്റ്റു ചതുർഭുജം എന്ന് പറയുന്നത് 4 വശം, 4 എന്ന് പറയുന്നതാണ് 1 അങ്ങനെയാണെങ്കിൽ ഷഡ്ഭുജം എന്ന് പറയുന്ന 6 വശമുള്ളതാണ്. പഞ്ചഭുജം 5 വശം. ഇവിടെ ഷഡ്ഭുജം 4ൽ നിന്ന് 3 കുറയുമ്പോഴാണ് ഇവിടെ 1 അപ്പൊ അവിടെ 6ൽ നിന്ന് 3 കുറയണം. 3 വരെ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 8ന്റെയും 16ന്റെയും എൽസിയം കാണുക. ഛേദങ്ങളുടെ എൽസിയം കാണുക. 2, 4, 8. 2, 2, 4. 2, 1, 2. അപ്പൊ ഇനി ഇവിടെ പൊതുഘടകങ്ങളില്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ ഗുണിക്കുക. 2 × 2 × 2 × 1 × 2. അതായത് എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 2 16 വരും. എൽസിയം എന്ന് പറയുന്നത് 16. അപ്പൊ ഇവിടെ നമുക്ക് 1/8 + 1/16 സമം. ഇവിടെ എൽസിയം ഇവിടെ അങ്ങ് എഴുതുക. ഇവിടെ ആദ്യത്തെ സംഖ്യ 1 ഗുണം ഇവിടെ എത്ര ഛേദം, അതിന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ എൽസിയം കിട്ടും 2. 8 × 2 ആണ് 16 പ്ലസ് ഇവിടെ 1 മാത്രം മതി, കാരണം എൽസിയം തന്നെയാണ് ഇവിടെ ഉള്ളത്. 2 + 1/16 അതായത് 3/16. അപ്പൊ ഇവിടെ 3നെ 16 കൊണ്ട് ഹരിച്ചു നോക്കണം. ഇവിടെ 3ൽ പറ്റാത്തതുകൊണ്ട് നമ്മൾ മുകളിലൊരു ദശാംശ സ്ഥാനം കൊടുത്തു, പോയിന്റ് 0 ഇട്ട് കൊടുക്കാം. 16 1 16. അപ്പൊ 0.1 സംതിങ് വരുന്ന നോക്കിയാൽ മതി. ഇവിടെ 0.1 സംതിങ് വരുന്ന ഒറ്റ ഒരെണ്ണമുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരം. ബാക്കി ചെയ്യാൻ നിൽക്കണ്ട, ഇങ്ങനെ നോക്കിയാൽ മതി. നമുക്ക് ഇവിടെ 8ന്റെയും 16ന്റെയും ഛേദങ്ങളുടെ എൽസിയം കാണുന്നു, ലസാഗു കാണുന്നു. അത് എത്ര വരും? ഏറ്റവും കുറഞ്ഞത് ഒരെണ്ണം പറ്റണമെന്നേ ഉള്ളൂ. ഇവിടെ 16 വരും എൽസിയം, ലസാഗു. 2/8 + 1/16 സമം. ഇവിടെ എൽസിയം അങ്ങ് ഇടുന്നു. ഇവിടെ ഉള്ളത് ഇവിടെ എത്രയാണ്? 1 ഗുണം ഇവിടെ 8ന്റെ കൂടെ എത്രയും കൂടെ ഗുണിച്ചാൽ എൽസിയം വരും, 2ഉം കൂടെ ഗുണിച്ചാൽ അവിടെ, അതുകൊണ്ട് × 2 പ്ലസ്
ഇവിടെ 1 തന്നെ മതി, കാരണം ഇവിടെ LCM തന്നെയാണ് അടിയിലുള്ളത്. 2 + 1/16, അതായത് 3/16. ഇവിടെ 3/16 എന്ന് പറയുമ്പോൾ 3നെ 16 കൊണ്ട് ഹരിക്കുക. പറ്റാത്തതുകൊണ്ട് നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 0 കൊടുക്കുന്നു. 16 16 ശിഷ്ടം 14. ഇനി ബാക്കി ചെയ്യണ്ട, പോയിന്റ് 1 സംതിങ് വരുന്ന ആൻസർ എഴുതിയാൽ മതി, ചെയ്ത് സമയം കളയണ്ട. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. നമുക്ക് റീസണിങ് ഇത് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ 1 2 3 4ാമതേതാ വരുക നോക്ക്. ഇവിടെ നമുക്ക് ഈ 1 വിട്ടുള്ളത് കാണുമ്പോൾ ഒരു ബന്ധം കാണുന്നുണ്ട്. ഇവിടെ ട്രയാങ്കിൾ സർക്കിളാണ്, ഇവിടെ ട്രയാങ്കിൾ സർക്കിളാണ്, ഇവിടെ സർക്കിളിനകത്ത് ട്രയാങ്കിൾ, ഇവിടെ സർക്കിളിനകത്ത് ട്രയാങ്കിൾ, ഇവിടെ തിരിച്ച് ട്രയാങ്കിളിനകത്ത് സർക്കിൾ. അതേ ബന്ധം വേണം ഇവിടെയും വരാൻ. ഇവിടെ സർക്കിളിനകത്ത് സ്ക്വയർ, ഇനി സ്ക്വയറിനകത്ത് സർക്കിൾ വന്നാൽ മതി. സ്ക്വയറിനകത്ത് സർക്കിള് ഓപ്ഷൻ എ ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ 1 വിട്ടുള്ളത് നോക്കിയാൽ മതി. ഈ ബന്ധം നോക്കാം. അതായത് ഇവിടെ ഇത് രണ്ടും തമ്മിലൊരു സാമ്യം കാണുന്നുണ്ട്. ഇവിടെ സർക്കിളും ട്രയാങ്കിളും, ഇവിടെ സർക്കിളും ട്രയാങ്കിളും. ഇവിടെ 1 വിട്ടുള്ള ബന്ധം നോക്കാം. അതായത് ഇവിടെ സർക്കിളിനകത്ത് ട്രയാങ്കിൾ, അത് നേരെ തിരിച്ചിട്ടു. ട്രയാങ്കിളിനകത്ത് സർക്കിള്, ട്രയാങ്കിൾ പുറത്തും സർക്കിൾ അകത്തും. ഇവിടെ സർക്കിൾ പുറത്തും ട്രയാങ്കിൾ അകത്തും. അപ്പൊ ഇതുപോലെ ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ സർക്കിളിനകത്ത് സ്ക്വയർ, അപ്പൊ സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിനകത്ത് സർക്കിൾ വരച്ചാൽ മതി. സ്ക്വയർ വരച്ചിട്ട് അതിനുള്ളിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. 5 പദങ്ങളുടെ തുക 145 ആയാൽ 3ാം പദം എത്ര? ഇവിടെ ശ്രേണി ഏതാന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യന് ക്ലിയർ അല്ല. നമുക്ക് സമാന്തര ശ്രേണി ആണെങ്കിൽ എങ്ങനെയാണെന്ന് നോക്കാം. 5 പദങ്ങൾ, 1 2, അവർ ഉദ്ദേശിച്ചത് അങ്ങനെ ആയിരിക്കും. 3 4 5, മുൻപോട്ട് 2 പദങ്ങൾ, ബാക്കോട്ടും 2 പദങ്ങൾ. അപ്പം ഒത്ത മധ്യത ആയിരിക്കും. സമാന്തര ശ്രേണിയാണ് ശരാശരി. ഒത്ത മധ്യത ആയിരിക്കും നമുക്ക് 3ാം പദം. ഇവിടെ 1ാം പദം, 2ാം പദം, 3ാം പദം. അപ്പൊ അവിടെ 3ാം പദം കാണാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഉദ്ദേശിച്ച സമാന്തര AP ആണെന്ന് തോന്നുന്നു. ആകെ അവയുടെ തുക ഡിവൈഡഡ് ബൈ ആകെ 5 പദങ്ങൾ എണ്ണം, അതായത് 29 ഇട്ട് ഹരിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇവിടെ AP ആയാൽ, സമാന്തര ശ്രേണി ആയാൽ, ഏത് ശ്രേണിയാണെന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അവർ ഉദ്ദേശിച്ചത് അങ്ങനെ, അതായത് 1 2 3 4 5. അപ്പം ഒത്ത മധ്യത്ത് വരുന്ന ഇതാണല്ലോ, മുൻപോട്ടും 2 പദം, ബാക്കോട്ടും 2 പദം. അപ്പൊ അതായത് ശരാശരി വരിക 3ാം പദമാണ് ചോദിച്ചേക്കുന്നത്. 1ാം പദം, 2ാം പദം, 3ാം പദം, 4ാം പദം, 5ാം പദം. അപ്പോൾ ശരാശരി ആയിരിക്കും. ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? 3ാം പദം എന്ന് പറയുന്നത് അതിന്റെ ശരാശരിയാണ്. ആകത്തുക ഡിവൈഡഡ് ബൈ ആണ്. ആകത്തുക തന്നിട്ടുണ്ട് 145 ബൈ എണ്ണം. എത്ര എണ്ണങ്ങളുടെ? 5 പദങ്ങളുടെ ബൈ 5, 29. ഓപ്ഷൻ എ ആണ് ഉത്തരം. AP ആയാൽ. താഴെ കൊടുത്തിരിക്കുന്നത് പൂർണ്ണവർഗം ഏത്? അതായത് 5/5, 5/7, 5/6, 5/3. ഇത് പവർ ഇരട്ട സംഖ്യ ആയിട്ട് വന്നത് ഓപ്ഷൻ സി ആണ്. ഇവിടെ 5 7 6 3, അപ്പൊ 5/6. ഇരട്ട സംഖ്യ പവറായിട്ട് വന്നതാണ് ഉത്തരം. 5/6. ഓപ്ഷൻ സി ആണ് ഉത്തരം. നമുക്ക് റീസണിങ് ഇത് നോക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ 1 2 3 4ാമതേതാ വരുക നോക്ക്. ഇവിടെ നമുക്ക് ഈ 1 വിട്ടുള്ളത് കാണുമ്പോൾ ഒരു ബന്ധം കാണുന്നുണ്ട്. ഇവിടെ ട്രയാങ്കിൾ സർക്കിളാണ്, ഇവിടെ ട്രയാങ്കിൾ സർക്കിളാണ്, ഇവിടെ സർക്കിളിനകത്ത് ട്രയാങ്കിൾ, ഇവിടെ സർക്കിളിനകത്ത് ട്രയാങ്കിൾ, ഇവിടെ തിരിച്ച് ട്രയാങ്കിളിനകത്ത് സർക്കിൾ. അതേ ബന്ധം വേണം ഇവിടെയും വരാൻ. ഇവിടെ സർക്കിളിനകത്ത് സ്ക്വയർ, ഇനി സ്ക്വയറിനകത്ത് സർക്കിൾ വന്നാൽ മതി. സ്ക്വയറിനകത്ത് സർക്കിള് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇവിടെ 1 വിട്ടുള്ളത് നോക്കിയാൽ മതി. ഈ ബന്ധം നോക്കാം. അതായത് ഇവിടെ ഇത് രണ്ടും തമ്മിലൊരു സാമ്യം കാണുന്നുണ്ട്. ഇവിടെ സർക്കിളും ട്രയാങ്കിളും, ഇവിടെ സർക്കിളും ട്രയാങ്കിളും. ഇവിടെ 1 വിട്ടുള്ള ബന്ധം നോക്കാം. അതായത് ഇവിടെ സർക്കിളിനകത്ത് ട്രയാങ്കിൾ, അത് നേരെ തിരിച്ചിട്ടു. ട്രയാങ്കിളിനകത്ത് സർക്കിള്, ട്രയാങ്കിൾ പുറത്തും സർക്കിൾ അകത്തും. ഇവിടെ സർക്കിൾ പുറത്തും ട്രയാങ്കിൾ അകത്തും. അപ്പൊ ഇതുപോലെ ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. ഇവിടെ സർക്കിളിനകത്ത് സ്ക്വയർ, അപ്പൊ സ്ക്വയർ വരയ്ക്കുക. സ്ക്വയറിനകത്ത് സർക്കിൾ വരച്ചാൽ മതി. സ്ക്വയർ വരച്ചിട്ട് അതിനുള്ളിൽ ഒരു സർക്കിൾ വരയ്ക്കുക. അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു മട്ടത്രികോണത്തിന് 2 കോണുകൾ തുല്യമാണ്. തുല്യമായ കോണുകൾ എത്ര ഡിഗ്രി എന്ന് ചോദിച്ചിരിക്കുന്നത്. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഇവിടെ ABC, ഇവിടെ A മട്ടക്കോണാണ്. ഒരു കോണ് മട്ടക്കോൺ 90 ഡിഗ്രി. അതായത് ബാക്കി 2 കോണുകളും തുല്യമാണ്. അതായത് 3ഉം കൂടെ കൂട്ടുന്നത് നമുക്കറിയാം 180ആണ്. 3 കോണുകളും ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ അളവുകളുടെ തുക 180ആണ്. അപ്പൊ ഇത് 90 ആണെങ്കിൽ മറ്റേ 2ഉം കൂടെ കൂട്ടുന്നത് 90 ആയിരിക്കും. അത് തുല്യമായതുകൊണ്ട് 90ന്റെ പകുതി വെച്ചായിരിക്കും 2. 45 ഡിഗ്രി 45 ഡിഗ്രി. ഇത് 45, ഇത് 45. നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം. 45 ഡിഗ്രി. മട്ടക്കോണ് ഇവിടെ ഒരു കോണ് 90 ഡിഗ്രിയാണ്. മറ്റു 2 കോണുകൾ തുല്യമാണ്. 3 കോണുകളും കൂടെ കൂട്ടിയാൽ കോണളവുകളുടെ തുക 180 ആണ്. ഇത് രണ്ടും കൂടെ 90 ആണ്. 90ന്റെ നേരെ പകുതി എടുത്താൽ മതി. അതായത് 45 ഡിഗ്രി.
രണ്ടും തുല്യമാണല്ലോ, ഇത് 45, ഇത് 45. അപ്പോൾ തുല്യ കോണുകളുടെ അളവ് എത്രയാണ്? 45 ഡിഗ്രി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ശ്രീമാത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക. എല്ലാ ദിവസവും കൃത്യനിഷ്ഠയോടുകൂടി മിനിമം 3 മണിക്കൂറെങ്കിലും എടുത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാത്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.